സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ തീരാൻ പോകുകയാണ്. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ആരാകും വിജയി എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്കെല്ലാം ഒരു പരിധിവരെയും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നിലവിലെ ഒരു അൺഒഫീഷ്യൽ പോളുകളും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ട്രെൻഡൊക്കെ അനുസരിച്ച് ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് തന്നെയാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ചില മാറ്റങ്ങൾ വരുമോ എന്നറിയാനാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമോ? ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ തോൽപ്പിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ വിജയിപ്പിക്കാനുള്ള പല കളികളും ഇതിനുള്ളിൽ നടക്കുന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയകളിലും ഇത് വളരെ കോൺട്രവേഴ്സികളായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഒരു നല്ല രീതിയിലാണ് ബിഗ് ബോസ് ഈ ഒരു ഫിനാലെ നടത്തുന്നത്. നല്ല രീതിയിൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിജയിയെ കണ്ടെത്തുന്നത് എങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതിനൊരു മാറ്റവും വരാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു നല്ലൊരു ലീഡോടുകൂടിയുള്ള പ്രേക്ഷക സപ്പോർട്ടിലാണ് ജിൻഡോ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഒരു 2 ആഴ്ച വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ കഴിഞ്ഞാൽ തൊട്ട് പുറകിലുള്ളത് ജാസ്മിൻ ആയിരുന്നു. ഇവർ തമ്മിലൊരു പ്രേക്ഷക സപ്പോർട്ട് എത്ര കോമ്പറ്റീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ജിൻഡോയെ മറികടക്കാനുള്ള പ്രേക്ഷക സപ്പോർട്ടൊന്നും ജാസ്മിനെ സംബന്ധിച്ചില്ല. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഈ ഒരു സീസണിൽ പ്രേക്ഷകരുടെ ഏറ്റവും വെറുപ്പ് നേടിയ, പ്രേക്ഷകരെ പറ്റിച്ച് അല്ലെങ്കിൽ ഒരു വെറുപ്പ് നേടിയ കോംബോയിലൂടെ മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്നാൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ബ്യൂട്ടി ബ്ലോഗർ എന്ന ഒരു ലേബൽ ഉണ്ടായിരുന്നത് കൊണ്ടും ആ സമയത്ത് നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നത് കൊണ്ടും ഈ ഒരു സീസണിൽ ഇത്രയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടും ആ ഒരു കണ്ടസ്റ്റൻറ്റിന് മുന്നിലേക്ക് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വേറെ കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ ഇല്ലാതെ പോയി. നല്ല കുറച്ച് കണ്ടസ്റ്റൻസ് പുറത്തേക്കും പോയി. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഫേവറബിൾ ആയിട്ടായിരുന്നു കാര്യങ്ങൾ. അപ്പം എന്നാൽ ഈ ഒരു 2 ആഴ്ചയായിട്ട് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് പോലും അർജുനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. പല രീതിയിൽ അർജുൻ ഹൈപ്പ് കൊണ്ടുവന്ന് മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല അൺഒഫീഷ്യൽ പോളുകളും കമ്മ്യൂണിറ്റി പോളുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അർജുന് നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ജാസ്മിനും അർജുനുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇനിയിപ്പോൾ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ആണല്ലോ ഉള്ളത്. ജിൻഡോയ, ജാസ്മിൻ, അർജുൻ, അതുപോലെ തന്നെ അഭിഷേക്, ഋഷി. ഇതിന് നമുക്ക് 4-5 സ്ഥാനങ്ങൾ ഋഷിക്കും അഭിഷേകിനും വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇവർ തമ്മിൽ വോട്ടിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസത്തിൽ ഇങ്ങനെ മാറി പറഞ്ഞ് നിൽക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഒരു വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലൊരു ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അതൊരു കമ്മ്യൂണിറ്റി പോൾ അല്ലെന്നുണ്ടെങ്കിൽ അൺഒഫീഷ്യൽ പോളുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ പങ്കെടുക്കാത്ത ഒത്തിരി പ്രേക്ഷകരുണ്ടാകും. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുണ്ടാകും. ഇതിലൊന്നും സോഷ്യൽ മീഡിയകളിലൊന്നും ആക്റ്റീവായി ഈ പോളുകളിലൊന്നും പങ്കെടുക്കാത്ത വേറെ ഒത്തിരി ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരുടെ വോട്ടുകളൊക്കെ എത്രത്തോളം വരുന്നു എന്നതറിയത്തില്ല. ഞാൻ അതിനെ ആസ്പദമാക്കിയല്ല പറയുന്നത്. അപ്പോൾ അതുകൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഭിഷേകൊക്കെ വീണ്ടും കുറച്ചുകൂടി കയറി വരുമോ എന്നറിയത്തില്ല. കാരണം ഒത്തിരി സോഷ്യൽ മീഡിയകളിലൊന്നും പങ്കെടുക്കാത്ത ഒത്തിരി പേരുടെ സപ്പോർട്ട് അഭിഷേകിനൊക്കെ ഉണ്ട്, അതുപോലെ ഋഷിക്കും ഉണ്ട്. അപ്പോൾ ഇവർ മുന്നിലേക്ക് കയറി വരുമോ എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ രീതിയിൽ ഹോട്ട്സ്റ്റാറിൻ്റെ പോലും വോട്ടുകൾ പലയിടത്തും ലീക്കാകുന്നുണ്ട് എന്നതിനെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും എത്രത്തോളം വിശ്വസനീയമാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ 4-5 സ്ഥാനങ്ങളിലാണ് അഭിഷേകും അതുപോലെ തന്നെ ഋഷി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഈ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് എടുക്കുന്നില്ല. ഇനി ചിലപ്പോൾ അഭിഷേക് ചിലപ്പം അർജുനെ അല്ലെങ്കിൽ ജാസ്മിനെ പിന്തള്ളി 3-ാം സ്ഥാനത്തേക്ക് വരുമോ എന്നതിനെക്കുറിച്ചൊരു ചെറിയ അല്ലെങ്കിൽ ഒരു നേരിയ സംശയമുണ്ട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ. എന്തായാലും നിലവിൽ ഞാൻ 4-5 സ്ഥാനങ്ങളിൽ ഇവരെ അങ്ങ് നിർത്തുകയാണ്. ഇനി നമുക്ക് 3-ാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജാസ്മിൻ അല്ലെന്നുണ്ടെങ്കിൽ അർജുൻ 2-ാം സ്ഥാനത്ത്, 2-3 സ്ഥാനത്ത് ജാസ്മിൻ അല്ലെന്നുണ്ടെങ്കിൽ അർജുൻ. ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അത് നേരായ മാർഗത്തിലൂടെയാണ് വോട്ടിംഗ് വരുന്നത് എങ്കിൽ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ജാസ്മിൻ, കാരണം ഈ ഒരു 2 ആഴ്ചയായിട്ട് അർജുന് നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ 2 കണ്ടസ്റ്റൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അർജുന് പ്രത്യേകിച്ചൊരു കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് സ്കിറ്റുകൾ, കുറച്ചെന്ന് പറയാൻ പറ്റത്തില്ല, 2 സ്കിറ്റുകൾ മാത്രമേ അർജുൻ ഈ പറയുന്നത് പോലെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഗെയിംസിൽ എന്താ പറയുന്നത്, ഒരു മീഡിയം പെർഫോമറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ പോലും എല്ലാ വിഷയങ്ങളിലൊന്നും ഇടപെടുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നും അല്ല. ഒതുങ്ങിക്കൂടി, എന്നാൽ ഒരു പോസിറ്റീവും നെഗറ്റീവും പോലും അറിയാൻ സാധിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഒരു വാഴയായി സൈഡിൽ ഒതുങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാൽ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അർജുനുണ്ടായിരുന്നു. ഈ 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ അത് കയറ്റിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്നത്
പറയുന്നത് പോലെ മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കും അർജുൻ വരാനുള്ള സാധ്യതകളുണ്ട്. ജാസ്മിനെ പിന്തള്ളി ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കും അർജുൻ വരാനുള്ള നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ജാസ്മിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബിഗ് ബോസ് നല്ല രീതിയിൽ വെളുപ്പിച്ച് ഈ അവസാന നിമിഷങ്ങളിൽ നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ ഗബ്രി കൂടി തിരിച്ചെത്തിയതോടുകൂടി നല്ല രീതിയിൽ വീണ്ടും നെഗറ്റീവായിട്ടുണ്ട്. അപ്പം ഈ വോട്ടിംഗ് ഏത് രീതിയിൽ ജാസ്മിനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കും പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു റിപ്പോർട്ടുകൾ വെച്ചിട്ട് അർജുനാണ് കുറച്ചെങ്കിലും ഒരു വോട്ടിൻ്റെ ലീഡിൽ രണ്ടാമത് നിൽക്കുന്നത് എന്നതാണ്. ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. അപ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ടാകും. അവസാന നിമിഷം ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം അത്രയ്ക്കും വോട്ടുകളുടെ ഡിഫറൻസും കാര്യങ്ങളും ഒന്നും ഇവർ തമ്മിലില്ല. ശരിക്കും പറഞ്ഞാൽ 2, 3, 4, 5 സ്ഥാനത്ത് നിൽക്കുന്നവർ തമ്മിൽ അധിക വോട്ടുകളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവർ തമ്മിൽ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുന്നത് ഏറ്റക്കുറച്ചിലുകൾ ആര് വേണമെന്നുണ്ടെങ്കിലും ആരെ വേണമെന്നുണ്ടെങ്കിലും അട്ടിമറിച്ച് മുന്നോട്ട് വരുത്താം. കാരണം അർജുൻ, ഈ പറയുന്ന ജാസ്മിൻ, അഭിഷേക്, ഋഷി ഇവർ തമ്മിൽ അധികം വോട്ടുകളുടെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഒരു അട്ടിമറി സംഭവിക്കാം. എന്നാൽ 1-ാം സ്ഥാനത്തേക്ക് വരുന്ന ജിൻഡോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ പുള്ളിയുടേതായ കഴിവിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം ഈ പറയുന്ന അഭിഷേക് ആണെന്നുണ്ടെങ്കിലും ഋഷി ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. പിന്നെ കണ്ടന്റുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ എഫേർട്ടിൻ്റെ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇവരെക്കാളും കുറച്ചുകൂടി മുൻപന്തിയിൽ തന്നെയാണ്. പിന്നെ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ജിൻഡോ കളിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര മാസ് രീതിയിലേക്ക് പുറത്തേക്ക് എവിഡൻ്റ് അല്ലെങ്കിൽ പോലും ഓരോ കണ്ടസ്റ്റൻറ്റിനെയും മനസ്സിലാക്കി തന്നെയായിരുന്നു ജിൻഡോയുടെ ഓരോ മുൻപോട്ട് പോക്കും. പിന്നെ മൊത്തത്തിൽ ഒരു സമയത്ത് ഈ ജിൻഡോയ്ക്കെതിരെ എല്ലാവരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞു. അതുകൊണ്ട് അത് ജിൻഡോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആകുകയും ചെയ്തു. ഇപ്പോൾ വരെ അത് നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോയുടെ ഒരു വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ്. ഈ പറയുന്ന എല്ലാവരുടെയും കൂടെ വോട്ടെടുത്ത് മറിച്ച് കഴിഞ്ഞാൽ പോലും ജിൻഡോയെ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. ആ ഒരു രീതിയിൽ ലീഡിലേക്കാണ് ജിൻഡോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വോട്ടിംഗ് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ മേക്കേഴ്സ് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ അതിലൊരു മാനിപ്പുലേഷനൊന്നും നടത്താതെ വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് വോട്ടിംഗ് നടത്തിയതും അതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് പുറത്തു വിടുന്നതും എങ്കിൽ നമ്മുടെ ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതല്ല എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഇതിനകത്ത് നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പുറത്ത് പല സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ഞാനും പല വീഡിയോകളിലുമായിട്ട് പറഞ്ഞു, ഇങ്ങനെ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്, ഇതുപോലെ പല സംഭവങ്ങളും നടക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർജുന് ഞാൻ തള്ളിക്കളയുന്നില്ല. അത് വോട്ടുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല. ഈ പറയുന്നത് പോലെ വോട്ടിങ്ങിൽ മാനിപ്പുലേഷൻസ് നടത്തി ജിൻഡോയെ ജയിപ്പിക്കാതിരിക്കാനുള്ള ഈ ഒരു സീസണിൻ്റെ അജണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഈ സീസണിൻ്റെ മേക്കേഴ്സിൻ്റെ ഒരു താല്പര്യം എന്ന് തന്നെ പറയാം. ചില കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നീട് ആരെ കിട്ടിയോ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ പല രീതിയിലും വോട്ടിങ്ങിൽ മാനിപ്പുലേഷൻസ് നടത്തി വിജയിപ്പിക്കും എന്ന് തന്നെ പറയാം. ഇന്ന് നമുക്ക് ലൈവിൽ കണ്ടപ്പോൾ അൻസിബ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരുടെ വോട്ടിന് പകരം മറ്റേ നമ്മുടെ ബോട്ടോ വഞ്ചിയോ ഒക്കെ ഇട്ട് ജയിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു പലരും ജയിച്ചേക്കാം. അതല്ല പ്രോപ്പറായിട്ടുള്ള ഒരു വോട്ടിങ്ങിൻ്റെ ഒരു കൗണ്ടൊക്കെ എടുത്ത് നോക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അർജുനൊക്കെ വീണ്ടും താഴേക്ക് പോയെന്ന് വരാം, അഭിഷേകൊക്കെ വീണ്ടും മുന്നിലേക്ക് വന്നെന്ന് വരാം. എന്തായാലും നമുക്ക് നോക്കാം. നിലവിൽ ലഭിക്കുന്ന ഒരു എന്താ പറയുന്നത് പ്രേക്ഷക ട്രെൻഡിങ് അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഒരു വോട്ടിംഗ് ട്രെൻഡ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-ാം സ്ഥാനത്ത് ജിൻഡോയും അതുപോലെ 2-ാം സ്ഥാനത്ത് അർജുനും 3-ാം സ്ഥാനത്ത് ജാസ്മിനും 4-ാം സ്ഥാനത്ത് അഭിഷേകും 5-ാം സ്ഥാനത്ത് ഋഷിയുമാണ്. അതുപോലെ തന്നെ ജാസ്മിനും അർജുനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ചെറിയ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ അഭിഷേകും തമ്മിലാണെന്നുണ്ടെങ്കിൽ ചെറിയ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇനി അവസാന നിമിഷത്തേക്ക് ഇവരെന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ജാസ്മിനായാണോ ഇവർ ഫേവർ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ അർജുനെയാണോ ഫേവർ ചെയ്യാൻ പോകുന്നത്, അത് ഈ വരുന്ന ജെനുവിൻ വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആരെയാണോ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരാളെ ചിലപ്പോൾ മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വന്ന് ആ ഒരാളെ വിന്നറാക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ ജിൻഡോ, അതായത് ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതിനൊരു മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അടുത്ത ചാൻസ് ഈ പറയുന്നത് പോലെ അർജുന് തന്നെയായിരിക്കും.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസേർവ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രേക്ഷകരോട് നീതി കാണിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. കാരണം അർജുനൊന്നും ആ ഒരു സ്ക്രീനിലേ വരത്തില്ല. ജാസ്മിൻ വന്നാൽ പോലും നമുക്ക് പറയാം ഈ ഒരു സീസണിൽ കണ്ടന്റ് കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഈ ഒരു സീസണിൽ ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റൻറ്റ്, ഒരു പുറത്തേക്ക് ഒരു കണ്ടസ്റ്റൻറ്റ് എങ്ങനെയാകരുതോ എന്ന് കാണിച്ചു തന്ന ഒരു കണ്ടസ്റ്റൻറ്റ്, ഏറ്റവും കൂടുതൽ ഫേക്ക് കോംബോ കളിച്ച് പ്രേക്ഷകരുടെ ഉള്ളിൽ വെറുപ്പ് നേടിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം ആ ഒരു വ്യക്തിയും ജയിക്കുന്നതിനോട് എനിക്കും പേഴ്സണലി ഒരു താല്പര്യവുമില്ല. എന്നാൽ പോലും പറയുന്ന അർജുനേക്കായാലും കണ്ടന്റ് കൊടുത്തു അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ജെന്യൂനായിട്ടുള്ള കുറച്ച് പ്രേക്ഷക സപ്പോർട്ടെങ്കിലും നിൽക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ ആയിരിക്കും. അപ്പം ഇവർ രണ്ടുപേരും ആയിരിക്കണം ഈ പറയുന്നത് പോലെ ടൈറ്റിൽ വിന്നറും റണ്ണറപ്പും ആകാൻ പോകുന്ന നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ. അതല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അർജുൻ ചിലപ്പോൾ റണ്ണറപ്പ് ഇതിലേക്ക് കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഈ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് എന്ന് നമുക്ക് പുറത്ത് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ മുൻ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ വിന്നറിൽ മാറ്റങ്ങളുണ്ടാവും. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരാളാവില്ല. പ്രേക്ഷകരോട് കാണിക്കുന്ന ഏറ്റവും നീതികേട് തന്നെയായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നറെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ടാസ്കിൽ നമ്മുടെ സീസൺ 6 മേക്കേഴ്സ് കാണിക്കാൻ പോകുന്നത്. അതല്ല, ഇത് പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും. അതിൽ അടുത്ത റണ്ണേഴ്സപ്പിൽ ഇവർക്ക് ചില കളികൾ നടത്തി വേണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് താല്പര്യമുള്ള ആരെ വേണമെന്നുണ്ടെങ്കിൽ നടത്താനുള്ള ഓപ്ഷനും അവർ നോക്കും. മാക്സിമം അവർക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തി അവർക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഫിനാലയിൽ ഈ ഒരു സീസണിൻ്റെ മേക്കേഴ്സ് നടത്തുമെന്നതിനെക്കുറിച്ച് കൂടുതൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. കൂടുതൽ തെളിവുകളുടെ കാര്യങ്ങളും ഇല്ല. ഈ ഒരു സീസൺ 6 കണ്ട എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകും. കാരണം ഈ ഒരു സീസൺ 6 കാണിച്ചിട്ടുള്ള ഫേവറിസംസ് ഒക്കെ അത്രയ്ക്കും എവിഡൻ്റ് ആയിരുന്നു. പല കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൻ്റെ മേക്കേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫേവറിസം നമുക്കെല്ലാം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. ലൈവ് കണ്ടവർക്കെല്ലാം അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സീസൺ 6 വിന്നർ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയായിരിക്കും. അതുപോലെ മറ്റൊരു ചാൻസ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അർജുൻ. അത് ജെന്യൂനായിട്ടുള്ള വോട്ടുകൾ കൊണ്ടും കാര്യങ്ങളും ഒന്നുമല്ല, വോട്ടിങ്ങിൽ മാനിപ്പുലേഷൻസ് വരുത്തി ചിലപ്പോൾ അർജുനെ വിജയിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. ജാസ്മിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. ജാസ്മിനും ഈ പറഞ്ഞതുപോലെ അവരുടെ പരിഗണനയിലുണ്ട്. എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ഈ ഒരു കപ്പ് കൊടുക്കാനുള്ള സാധ്യതകൾ ഇവർ തള്ളിക്കളയത്തില്ല. അതല്ല, ജെന്യൂനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ജിൻഡോ തന്നെ ആയിരിക്കും പ്രേക്ഷകരുടെ വോട്ടിങ്ങിൽ ഈ ഒരു സീസൺ 6 കപ്പ് ഉയർത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരും ഒന്ന് പറയുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ താല്പര്യാർത്ഥത്തിൽ ആരായിരിക്കും വിജയിക്കുന്നത്? നിങ്ങൾ ആർക്കാണ് ഈ ഒരു സീസണിൽ ഇതുവരെയും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഈ ഒരു ഫൈനൽ ടൈമിലും വോട്ട് ചെയ്യാൻ പോകുന്നത്? അതുപോലെ നിലവിൽ നടക്കുന്ന ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന കളികളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പം അവരുടെ ഇതിലൊക്കെ നിങ്ങൾ പെട്ടുപോയി നിങ്ങളും അതിൽ വീണിട്ടുണ്ടോ? ഇതിനെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പം നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.